Hello, guten Tag. Ich heiße Blessy von Jovis Perfect Academy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ദാമിറ്റ് und umso ആണ്. അതായത് ഇത് രണ്ടും കൊണക്റ്റോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസിൽ വെക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ദാമിറ്റ് അല്ലെങ്കിൽ ഉംസു ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യണത് ഒരു ലക്ഷ്യം പറയണ സമയത്തായിരിക്കും. അതായത് ഒരു ഗോള് പറയാനോ അല്ലെങ്കിൽ ഒരു പർപ്പസ്, അതായത് കൃത്യമായിട്ട് ഒരു ലക്ഷ്യം പറയുന്ന സമയത്തായിരിക്കും നമ്മൾ ദാമിറ്റും ഉംസും യൂസ് ചെയ്യുന്നത്. രണ്ടും സെയിം മീനിങ് ആണ് വരുന്നതെങ്കിലും രണ്ടും ഉപയോഗിക്കണത് രണ്ട് തരത്തിലായിരിക്കും. അതായത് ദാമിറ്റ് ഉപയോഗിക്കണത് രണ്ട് സബ്ജക്റ്റ് വരാണെങ്കിൽ നമുക്ക് ദാമിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സെൻറ്റൻസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദാമിറ്റ് യൂസ് ചെയ്യാം. എന്നാൽ രണ്ടും സെയിം സെൻറ്റൻസ് ആണെങ്കിൽ മാത്രമാണ് ഉംസു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും സെയിം സബ്ജക്റ്റ് ആയിരിക്കണം. ഇനി സെയിം സബ്ജക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ദാമിറ്റ് യൂസ് ചെയ്യാം, അതിന് പ്രശ്നമില്ല. പക്ഷെ ഉംസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും സെയിം സബ്ജക്റ്റ് ആയിരിക്കണം രണ്ട് സെൻറ്റൻസിലും വരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ദാമിറ്റ് എന്താന്ന് നോക്കാം. മീനിങ് എന്ന് പറഞ്ഞാൽ സോ ദാറ്റ് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു, അതായത് ഒരു ലക്ഷ്യം പറയണ സമയത്തായിരിക്കും നമ്മൾ ഈ ദാമിറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സോ ദാറ്റ് എന്നാണ്. അതുപോലെ തന്നെ ഇതൊരു സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ, അതായത് ഒരു നേബൻ സാറ്റ്സെ കൊണക്റ്റോറാണ് ഇതെന്ന് പറയുന്നത്. ഈ കൊണക്റ്റോറ് നമ്മൾ നേബൻ സാറ്റ്സെ വെക്കുന്ന സമയത്താണ് ദാമിറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് മെയിൻ ക്ലോസ് ആയിരിക്കും. അതായത് ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ ആദ്യം എഴുതും. അതിൻ്റെ വേർഡ് ഓർഡർ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് നമ്മൾ നോർമലി എങ്ങനെയാണോ ഒരു സെൻറ്റൻസ് എഴുതുന്നത് അതുപോലെ നമ്മൾ ആദ്യം മെയിൻ ക്ലോസ് എഴുതും. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ നേബൻ സാറ്റ്സെ കൊണക്റ്റോറാണ്, അതുകൊണ്ട് തന്നെ വെർബ് എപ്പോഴും എഴുതേണ്ടത് എൻഡിലായിരിക്കും, അതും കോൺജുഗേറ്റ് ചെയ്ത ഫോമിൽ തന്നെ. അപ്പോൾ ഇവിടെ കോമ ഇട്ടതിന് ശേഷം നമ്മൾ ദാമിറ്റ് അതായത് കൊണക്റ്റോർ യൂസ് ചെയ്തു. ദെൻ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ എഴുതുക. അതിനുശേഷം ഏറ്റവും എൻഡിലായിരിക്കും നമ്മൾ വെർബ് എഴുതുന്നത്, അതും കോൺജുഗേറ്റ് ചെയ്ത ഫോമിൽ. അതാണ് ഈ ദാമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്റ്റോറിൻ്റെ വേർഡ് ഓർഡർ വരുന്നത്. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. when the subject is different in the two clauses, അതായത് മെയിൻ ക്ലോസും ഉണ്ട് അതുപോലെ തന്നെ സബോർഡിനേറ്റിംഗ് ക്ലോസും ഉണ്ട്. ഈ രണ്ട് ക്ലോസിലും സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദാമിറ്റ് യൂസ് ചെയ്യാം. ഇനി സെയിം ആണെങ്കിലും ദാമിറ്റ് യൂസ് ചെയ്യാം, അതിന് പ്രശ്നമില്ല. പക്ഷെ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് ഉംസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ദാമിറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മെയിനായിട്ട് ആലോചിച്ച് വെക്കേണ്ടത് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദാമിറ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ when the sentence is long or complex, അതായത് രണ്ടാമത് സബോർഡിനേറ്റിംഗ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നേബൻ സാറ്റ്സെ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ ലോങ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ദാമിറ്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഉംസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം രണ്ട് കാര്യം, ഒന്ന് സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ സബോർഡിനേറ്റിംഗ് ക്ലോസ് അതായത് നേബൻ സാറ്റ്സെ കുറച്ച് ലോങ് ആയിട്ടിരിക്കുന്ന സമയത്തുമാണ് നമ്മൾ ദാമിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അതിൻ്റെ ബൈഷ്പിയിലെ എക്സാമ്പിൾസ് നോക്കാം. Ich lerne Deutsch damit ich in Deutschland studieren kann. അതായത് ജർമ്മനിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജർമ്മൻ പഠിക്കുന്നു. അപ്പം എന്തിനു വേണ്ടിയിട്ട്, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ദാമിറ്റ് ആണെങ്കിലും ഉംസു ആണെങ്കിലും നമ്മൾ അതിനോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്തിനു വേണ്ടിയിട്ട്, അതിൻ്റെ ആൻസർ ആയിരിക്കും നമ്മൾ ഈ ദാമിറ്റ് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജർമ്മൻ പഠിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്നത് എന്തിനാ, ജർമ്മനിയിൽ പോയിട്ട് അവിടെ പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Ich lerne Deutsch, ഞാൻ ജർമ്മൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, damit ich in Deutschland studieren kann, എനിക്ക് അവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജർമ്മൻ പഠിക്കുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതാണ് നമ്മൾ ഈ ദാമിറ്റ് വെച്ചിട്ടുള്ള കണക്റ്റോർ പറയുന്നത്. അപ്പം അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. Der Lehrer spricht laut damit die Schüler ihn verstehen. അതായത് ഇവിടെ രണ്ട് സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ആദ്യത്തേൽ ദർ ലെയറർ ആയിരുന്നു, രണ്ടാമത്തെ സെന്റൻസിൽ ദി ഷ്യൂളർ ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ആ ഒരു സമയത്ത് നമുക്ക് ദാമിറ്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ അർത്ഥം വരുന്നത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ അധ്യാപകൻ ഉച്ചത്തിൽ സംസാരിക്കുന്നത്. അതായത് ടീച്ചർ വളരെ ശബ്ദത്തിൽ സംസാരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്, കുട്ടികൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ടീച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് ഉറക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ് ദാമിറ്റ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ രണ്ടും രണ്ട് സബ്ജക്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ദാമിറ്റ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അടുത്തതാണ് ഉംസു എന്ന് പറഞ്ഞത്. ഉംസു എന്ന് പറഞ്ഞ ഒരു ഇൻഫിനിറ്റീവ് സെറ്റ്സ് ആയിരിക്കും, അതായത് എൻഡിൽ നമ്മൾ വെർബിന്റെ ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും എഴുതേണ്ടത്.
അതായത് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു, സെയിം മീനിങ് തന്നെയാണ്. ഒരു ലക്ഷ്യം പറയണതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻഫിനിറ്റീവ് കൺസ്ട്രക്ഷൻ ആയിരുന്നു. നേരത്തെ പറഞ്ഞത് നേബൻസൈഡ്സ് ആയിരുന്നു, അതായത് സബോർഡിനേറ്റിംഗ് ക്ലോസ് ആയിരുന്നു. പക്ഷെ ഉംസോലിക്ക് വരുന്ന സമയത്ത് അത് ഇൻഫിനിറ്റീവ് സൈഡ്സ് ആണ്. അതായത് അതിന്റെ എൻഡിൽ നമ്മൾ എഴുതും, ദെൻ ഒബ്ജക്റ്റ് എഴുതിയിട്ട് സു കഴിഞ്ഞ് ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും നമ്മൾ വെർബ് എഴുതണേ. അല്ലാതെ കോൺജുഗേറ്റ് ചെയ്ത ഫോമിലായിരിക്കില്ല എഴുതുക. ദാമിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് വെർബ് ഇൻഫിനിറ്റീവ് ഫോമിലല്ല നമ്മൾ എഴുതിയത്, പകരം അതിന്റെ കോൺജുഗേറ്റഡ് ഫോം, അതായത് സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത ഫോം ആയിരുന്നു നമ്മൾ എൻഡിൽ എഴുതിയത്. പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത്, ഉംസൂലിക്ക് വരുന്ന സമയത്ത് സു കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കണം നമ്മൾ അതിന്റെ വെർബ് എഴുതാം. അപ്പൊ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. when the subject is the same in both clause, shorter and simpler sentence. അതായത് രണ്ട് സെന്റൻസിലും സബ്ജക്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉംസു ആയിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസ് ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഉംസി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Ich lerne Deutsch in Deutschland zu studieren. അതായത് ഞാൻ ജർമ്മൻ പഠിക്കുന്നത് ജർമ്മനിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻ ഡോയിഷ്ലാൻഡ് സു സ്റ്റുഡിയറൻ, ഇവിടെ സ്റ്റുഡിയറൻ എന്ന് പറഞ്ഞതാണ് വെർബ്. അത് ഇൻഫിനിറ്റീവ് ഫോമിലാണ് ഇന്ത്യയിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ മീനിങ് ജർമ്മനിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജർമ്മൻ പഠിക്കുന്നു. അപ്പൊ ഇവിടെ ഫസ്റ്റ് മെയിൻ ക്ലോസ് നമ്മൾ നോർമലി എങ്ങനെയാണോ ഒരു സെന്റൻസ് എഴുതുന്നത് അതുപോലെ എഴുതി, അതിനുശേഷം കോമ ഇട്ടതിന് ശേഷം എഴുതാം. ദെൻ ഒബ്ജക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ പ്ലേസോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവോ എന്താണ് നമ്മൾ എഴുതുന്നത് അത് നമ്മൾ എഴുതിയതിനു ശേഷം സു കഴിഞ്ഞിട്ട് വെർബിന്റെ ഇൻഫിനിറ്റീവ് ഫോം ആയിരിക്കണം നമ്മൾ എഴുതണ്ടേ. അപ്പൊ അടുത്ത സെന്റൻസ് നോക്കാം. എർഗേറ്റ് ഫ്രൂ ഇൻസ് ബെറ്റ് ഫിറ്റ് സു സൈൻ. അവൻ ഫിറ്റ്നസ് ആകാൻ വേണ്ടിയിട്ട് നേരത്തെ കിടന്നുറങ്ങാൻ പോകുന്നു. അപ്പൊ എർഗേറ്റ് ഫ്രൂ ഇൻസ് ബെറ്റ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അവൻ നേരത്തെ ഉറങ്ങാൻ പോയി. എന്തിനു വേണ്ടിയിട്ട്? ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. രണ്ടും സബ്ജക്റ്റ് രണ്ടും സെയിം ആണ്. അവൻ തന്നെയാണ്, അവൻ ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നേരത്തെ പോയിരുന്നത്. അപ്പൊ രണ്ടും അവൻ എന്ന് പറഞ്ഞിട്ടുള്ള സെയിം സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഉംസ് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെയാണെങ്കിലും ഇഷ് ലെർനെ ഡോയിഷ്, അതുപോലെ തന്നെ ജർമ്മനിയിൽ പഠിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ രണ്ടും ഞാൻ, ഇഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉംസ് യൂസ് ചെയ്തത്. അപ്പൊ രണ്ടും കൂടെ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാമിറ്റ് യൂസ് ചെയ്യണത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് വരേണ്ട സമയത്തായിരിക്കും. അതുപോലെ തന്നെ സെയിം സബ്ജക്റ്റ് വന്നാലും നമുക്ക് ദാമിറ്റ് യൂസ് ചെയ്യാം. എന്നാൽ ഉംസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിം സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ദാമിറ്റിന്റെ സമയത്ത് വെർബ് എൻഡിൽ കോൺജുഗേറ്റ് ചെയ്ത ഫോമിലായിരിക്കണം നമ്മൾ എഴുതണ്ടേ. എന്നാൽ ഉംസ് പറയുന്ന സമയത്ത് എൻഡിൽ സു കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കണം നമ്മൾ വെർബ് എഴുതാം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടും യൂസ് ചെയ്യണത് ഒരു ലക്ഷ്യം, അതായത് ഒരു ഗോൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ദാമിറ്റ് ആണെങ്കിലും ഉംസും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമന്റ്സിലൂടെ അറിയിക്കുക. താങ്ക് യു.